സാൻ മാമസിലെ ആരവം അത്ലറ്റിക് ക്ലബിന്റെ തട്ടകത്തിൽ സാധാരണ മുഴങ്ങാറുള്ള ആരവം നിശബ്ദമായി. 2025 ഡിസംബർ 3-ന് പുനഃക്രമീകരിച്ച മത്സരത്തിന്റെ ഫ്ലഡ്ലൈറ്റുകൾക്ക് കീഴിൽ റയൽ മാഡ്രിഡ് വെറും ഒരു വിജയം നേടുകയായിരുന്നില്ല, അവർ ഒരു പ്രസ്താവന നടത്തുകയായിരുന്നു. കരുത്തരായ അത്ലറ്റിക് ക്ലബിനെതിരായ 3-0 വരെന്റെ ആധികാരിക വിജയം വെറും 3 പോയിന്റ് നേടുക എന്നത് മാത്രമായിരുന്നില്ല, അത് നിലവിലെ ചാമ്പ്യന്മാരുടെ ഒരു പ്രഖ്യാപനമായിരുന്നു. ചില നിമിഷങ്ങളിൽ അസ്ഥിരതയെക്കുറിച്ച് അടക്കം പറച്ചിലുകളുണ്ടായിരുന്ന ഒരു ലാ ലിഗ സീസണിൽ തങ്ങളുടെ കിരീട സാധ്യതകൾ ഉറപ്പിക്കുന്ന ശക്തമായ ഒരു പുനഃസ്ഥാപനം കൂടിയായിരുന്നു അത്. എതിരാളികളുടെ നട്ടെല്ലിലൂടെ ഒരു തണുപ്പ് പടർത്താൻ ലക്ഷ്യമിട്ടുള്ള ഒരു പ്രകടനമായിരുന്നു ഇത്. ഇത്തരം മഹത്തായ വേദികൾക്കായി ജീവിക്കുന്ന ഒരു കളിക്കാരൻ അണിയിച്ചൊരുക്കിയ ഒരു മാസ്റ്റർ ക്ലാസ്. ആദ്യ വിസിൽ മുതൽ തന്നെ വ്യക്തമായിരുന്നു, റയൽ മാഡ്രിഡ് ഒരു ഏകീകൃത ലക്ഷ്യത്തോടെയാണ് എത്തിയിരുന്നത്: ആധിപത്യം സ്ഥാപിക്കാൻ, തകർത്തെറിയാൻ, അവർ എന്തിനാണ് കിരീടമണിയുന്നതെന്ന് എല്ലാവരെയും ഓർമ്മിപ്പിക്കാൻ. എന്നാൽ ഈ ആധികാരിക പ്രകടനം എങ്ങനെയാണ് വികസിച്ചത്? കടുത്ത പോരാട്ടം നടക്കുന്ന ലാ ലിഗ കിരീട പോരാട്ടത്തിന് ഇത് യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത്? റയൽ മാഡ്രിഡിന്റെ വിജയശില്പി കിലിയൻ എംബാപ്പെ അല്ലാതെ മറ്റാരുമായിരുന്നില്ല. വരും സീസണുകളിലും കണ്ടുമെടുക്കാത്ത ഒരു പ്രകടനമാണ് ഫ്രഞ്ച് സൂപ്പർ താരം കാഴ്ചവെച്ചത്. വെറും 7-ാം മിനിറ്റിൽ കൃത്യമായ ഒരു ഫിനിഷിലൂടെ ഗോൾ നേടി അന്നത്തെ കളിയുടെ താളം നിശ്ചയിച്ചത് അദ്ദേഹമാണ്. 59-ാം മിനിറ്റിൽ മിന്നുന്ന കഴിവിന്റെയും കൃത്യതയുടെയും പ്രകടനത്തോടെ നേടിയ രണ്ടാം ഗോൾ എംബാപ്പയുടെ വ്യക്തിഗത മികവിനും മത്സരത്തിൽ റയൽ മാഡ്രിഡിന്റെ സമ്പൂർണ്ണ ആധിപത്യത്തിനും അടിവരയിട്ടു. എന്നാൽ ഇത് ഒരാളുടെ മാത്രം പ്രകടനമായിരുന്നില്ല. ഓരോ കളിയിലും സ്വാധീനം വർദ്ധിച്ചുവരുന്ന മധ്യനിരയിലെ മാന്ത്രികൻ എഡ്വാർഡോ കാമവിംഗ 42-ാം മിനിറ്റിൽ നിർണായകമായ ഒരു 3-ാം ഗോൾ കൂടി നേടി ആദ്യ പകുതിയിലെ അമ്പരപ്പിക്കുന്ന കാര്യക്ഷമതയുള്ള പ്രകടനത്തിന് തിലകക്കുറി ചാർത്തി. കണക്കുകൾ ഈ ആധിപത്യത്തിന്റെ തീവ്രത വെളിപ്പെടുത്തുന്നു. സ്വന്തം തട്ടകത്തിൽ കളിച്ച അത്ലറ്റിക് ക്ലബിന് 90 മിനിറ്റിലും ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും നേടാൻ കഴിഞ്ഞില്ല. റയൽ മാഡ്രിഡിന്റെ നിയന്ത്രണത്തിനും ആക്രമണ മികവിനും അചഞ്ചലമായ പ്രതിരോധ കരുത്തിനും തെളിവായി ഇത് പൂർണ്ണമായും ഏകപക്ഷീയമായ ഒരു മത്സരമായിരുന്നു. ഈ ആധികാരിക വിജയം ലാ ലിഗ പട്ടികയുടെ മുകൾ ഭാഗത്തെ ഉടനടി മാറ്റിമറിച്ചു. 15 മത്സരങ്ങളിൽ നിന്ന് 36 പോയിന്റുമായി റയൽ മാഡ്രിഡ് ഇപ്പോൾ 2-ാം സ്ഥാനത്ത് സുരക്ഷിതമായി നിലയുറപ്പിച്ചിരിക്കുന്നു. അതേ എണ്ണം മത്സരങ്ങളിൽ നിന്ന് 37 പോയിന്റുള്ള 1-ാം സ്ഥാനക്കാരായ ബാഴ്സലോണയ്ക്ക് കേവലം ഒരു പോയിന്റിന്റെ നേരിയ മുൻതൂക്കം മാത്രമേയുള്ളൂ. റയൽ അവരുടെ തൊട്ടുപിന്നിലുണ്ട്. ഇതിനകം ആവേശം നിറഞ്ഞ ഒരു കാഴ്ചയായിരുന്ന കിരീടപ്പോരാട്ടം ഇപ്പോൾ കൂടുതൽ മുറുകിയിരിക്കുന്നു. എന്നാൽ അത്ലറ്റിക് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അത്ര ശുഭകരമല്ല. അവർ 15 മത്സരങ്ങളിൽ നിന്ന് 20 പോയിന്റുമായി 8-ാം സ്ഥാനത്ത് മധ്യനിരയിൽ തുടരുന്നു. -6 എന്ന ഗോൾ വ്യത്യാസം ലീഗിലെ പ്രമുഖരും അവരും തമ്മിലുള്ള വലിയ വിടവിന്റെ വ്യക്തമായ സൂചനയാണ്. മത്സരത്തിന്റെ സ്വാധീനം കളിക്കളത്തിനപ്പുറം വ്യാപിച്ചു. ഓൺലൈനിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കി. അദ്ദേഹത്തിന്റെ 2 ഗോളുകളോടെയുള്ള വീരോചിത പ്രകടനത്തെ ആഘോഷിച്ചുകൊണ്ട് കിലിയൻ എംബാപ്പെ എന്ന പേരിൽ നടന്ന തിരച്ചിലുകൾ പ്രവചിക്കാവുന്ന വിധം കുതിച്ചുയർന്നു. ആരാധകർ അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനത്തെ വാഴ്ത്തിയപ്പോൾ എഡ്വാർഡോ കാമവിംഗ ട്രെൻഡിംഗായി. റയൽ മാഡ്രിഡിന്റെ കൃത്യമായ ഗോളുകൾക്ക് വഴിവെച്ച പ്രതിരോധത്തിലെ പിഴവുകൾ കാഴ്ചക്കാർ വിശകലനം ചെയ്തതോടെ അത്ലറ്റിക് ക്ലബിന്റെ ഗോൾ കീപ്പർ ഉനായ് സിമോൺ പോലും ശ്രദ്ധാകേന്ദ്രമായി. ഈ ഫലത്തിന്റെ പ്രത്യാഘാതങ്ങൾ ദൂരവ്യാപകമാണ്, പ്രത്യേകിച്ചും 2025 മുതൽ 26 വരെ ലാ ലിഗ കിരീട പോരാട്ടത്തിൽ. റയൽ മാഡ്രിഡിന്റെ ആധികാരികമായ പ്രകടനം ഒരു ശക്തമായ പ്രഖ്യാപനമായി വർത്തിക്കുന്നു. അവരുടെ സ്ഥിരതയെക്കുറിച്ച് ചിലർക്ക് സംശയങ്ങളുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിനുശേഷം സമ്മർദ്ദഘട്ടങ്ങളിലും മികവ് പുലർത്താനുള്ള അവരുടെ അചഞ്ചലമായ കഴിവിനെ ഇത് എടുത്തു കാണിക്കുന്നു. ഈ വിജയം വെറും 3 പോയിന്റുകൾക്ക് അപ്പുറമാണ്. ഇത് മുന്നേറ്റത്തെയും ആത്മവിശ്വാസത്തെയും തങ്ങളുടെ കിരീടത്തിനായി പോരാടാൻ നിലവിലെ ചാമ്പ്യന്മാർ എവിടെയുണ്ടെന്ന് എതിരാളികൾക്ക് നൽകുന്ന വ്യക്തമായ ഒരു സന്ദേശത്തെയും കുറിച്ചാണ്. ബാഴ്സലോണയ്ക്ക് വെറും ഒരു പോയിന്റ് പിന്നിലായി സീസണിന്റെ ഒരു വലിയ ഭാഗം ഇനിയും അവശേഷിക്കെ അവർ ഇപ്പോൾ ശക്തമായ കിരീട പ്രതീക്ഷകളായി ഉറച്ചുകഴിഞ്ഞു. അത്ലറ്റിക് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഈ കനത്ത തോൽവി ഒരു തിരിച്ചടിയാണെങ്കിലും അവരുടെ സീസൺ അവസാനിച്ചിട്ടില്ല. ഉന്നത നിലവാരത്തിൽ മത്സരിക്കുന്നതിന്റെ വെല്ലുവിളികളെ ഇത് അടിവരയിടുന്നു. എന്നാൽ ധാരാളം മത്സരങ്ങൾ ഇനിയും ബാക്കിയുള്ളതിനാൽ അവർക്ക് വീണ്ടും ഒത്തുചേർന്ന് യൂറോപ്യൻ യോഗ്യതാ സ്ഥാനങ്ങൾക്കായുള്ള തങ്ങളുടെ പോരാട്ടം തുടരാൻ അവർ ശ്രമിക്കും. ലാ ലിഗയുടെ വിട്ടുവീഴ്ചയില്ലാത്ത സ്വഭാവത്തിന്റെ വ്യക്തമായ ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു ഈ മത്സരം. ആത്യന്തികമായി റയൽ മാഡ്രിഡിന്റെ ആക്രമണ തന്ത്രത്തിൽ കിലിയൻ എംബാപ്പയുടെ നിഷേധിക്കാനാവാത്ത പ്രാധാന്യം ഈ മത്സരം ഊട്ടിയുറപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഇരട്ടഗോൾ പ്രകടനം വെറുമൊരു ഹൈലൈറ്റ് നിമിഷം മാത്രമായിരുന്നില്ല, ഏറ്റവും നിർണായകമായ നിമിഷങ്ങളിൽ തിളങ്ങാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് തെളിയിച്ചുകൊണ്ട് ലോകോത്തര നിലവാരമുള്ള ഒരു മുന്നേറ്റ താരത്തിലുള്ള ക്ലബിന്റെ വലിയ നിക്ഷേപത്തിനുള്ള അംഗീകാരം കൂടിയായിരുന്നു അത്. സീസൺ പുരോഗമിക്കുമ്പോൾ മറ്റൊരു ലാലിഗ കിരീടത്തിനായുള്ള റയൽ മാഡ്രിഡിന്റെ പോരാട്ടത്തിൽ അദ്ദേഹത്തിന്റെ പോം നിർണായകമാകും. ലീഗിന്റെ തലപ്പത്തുള്ള പോരാട്ടം ആവേശം നിറഞ്ഞ ഒന്നായിരിക്കുമെന്ന് ഉറപ്പു നൽകുന്നു. ഓരോ മത്സരത്തിനും വലിയ പ്രാധാന്യമുണ്ടാകും. അത്ലറ്റിക് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഈ അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വിടവ് നികത്തി ഓരോ പോയിന്റും കഠിനാധ്വാനത്തിലൂടെ മാത്രം നേടുന്ന ഈ ലീഗിൽ അവരുടെ പോരാട്ടം തുടരുക എന്നതാണ് ഇപ്പോഴത്തെ വെല്ലുവിളി. റയൽ മാഡ്രിഡിന്റെ ആധിപത്യം നിറഞ്ഞ വിജയത്തിന്റെ അലയൊലികൾ പ്രതിധ്വനിക്കും. ഇത് 2025 മുതൽ 26 വരെ ലാ ലിഗ സീസണിന്റെ മറക്കാനാവാത്ത ഒരു സമാപനത്തിന് അരങ്ങൊരുക്കും. റയൽ മാഡ്രിഡിന് ഈ മുന്നേറ്റം നിലനിർത്തി 1-ാം സ്ഥാനം തിരിച്ചുപിടിക്കാൻ കഴിയുമോ എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം.